കേട്ടോ മുരളി, അടുത്ത മാസം ആദ്യം കൊള്ളാവുന്ന 2-3 മുഹൂർത്തം ദേ ഈ പഞ്ചാംഗത്തിലുണ്ട്. ആ കൃഷ്ണൻകുട്ടി കണിയാനോട് പറഞ്ഞ് ഇതിലേതെങ്കിലും ഒന്നങ്ങ് ഉറപ്പിച്ചാലോ നമുക്ക്? അതാകുമ്പോ വൃശ്ചികത്തിൽ ജാതകം കൈമാറലും നടത്തി പിന്നെ ധനു മകരം കുംഭവും കഴിഞ്ഞ് മീനത്തിൽ കല്യാണവും നടത്താം നമുക്ക്. മീനമാസം ആവുമ്പോ മുഹൂർത്തത്തിന് ഒട്ടും പഞ്ഞമില്ല താനും. കൊച്ചിന് കൊല്ലപ്പരീക്ഷ വല്ലതും ഉണ്ടെങ്കിൽ അതും അങ്ങ് കഴിയും. അങ്ങനെ എല്ലാം കൊണ്ടും മീനത്തിൽ തന്നെ നോക്കുന്നതാ നല്ലത്. 2 കൂട്ടർക്കും ഒരുങ്ങാനും വിളിക്കാനും ഒക്കെ ആവശ്യം പോലെ സമയവും കിട്ടും. അമ്മയൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇതൊന്നും ആലോചിക്കാൻ പറ്റിയ നേരമല്ലത്. മനുഷ്യനോട് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ കല്യാണവും മുഹൂർത്തവും. നീ പറഞ്ഞത് ശരിയാ. അവൻ ഭയങ്കര ദേഷ്യത്തിലാ. ഞാൻ മാളുവിന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോ അവൻ എന്നോട് ദേഷ്യപ്പെട്ട് മുകളിലോട്ടങ്ങ് പോയി. അമ്മയോട് ആരെ ഇപ്പൊ കല്യാണക്കാര്യം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? അതും ആള് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന നേരത്ത്. അത് ഞാൻ അറിഞ്ഞു. ഷാടാ, ഇനിയിപ്പോ മൂടും നേരം നോക്കിയാൽ മിണ്ടാൻ പറ്റുള്ളെങ്കിൽ അതിന് കവടി നേരത്തെ നോക്കേണ്ടി വരുമല്ലോ. അല്ല പിന്നെ അപ്പുവിൻ്റെയും മാളുവിൻ്റെയും തിക് ഫ്രണ്ട്ഷിപ്പിനെ മറ്റു കുട്ടികൾ മോശമായൊരർത്ഥത്തിലാണ് കണ്ടത്. അവരെപ്പോഴും ഒരുമിച്ചാവുമല്ലോ. അങ്ങനെ എപ്പോഴും എവിടെയും ഒരുമിച്ച് നടക്കുന്ന 2 പെൺകുട്ടികളെ കളിയാക്കാൻ കൂട്ടുകാർ ആ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സ്വർഗാനുരാഗമെന്നോ ലെസ്ബിയൻസ് എന്നോ. മോളെ, മാളു, മോളെ. എന്താ മോളിന്ന് നേരത്തെ വന്നോ? എന്തു പറ്റി നിനക്ക്? വയ്യാതെ കിടക്കാണെന്ന് അമ്മ പറഞ്ഞല്ലോ. ഒന്നുമില്ല അച്ഛാ, ഒരു തലവേദന. പനിക്കുന്നുണ്ടോ? ഏയ് ഇല്ലല്ലോ. ആ പിന്നെ കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഫ്രണ്ട്സൊക്കെ എന്തു പറയുന്നു? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അച്ഛാ. ഓക്കെ, എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തു. ഒന്ന് മയങ്ങി ഉണരുമ്പോ ആശ്വാസം കിട്ടും. അപ്പു നിന്നെ കാണാൻ കോളേജ് വന്നിരുന്നോ? അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു. ഓ, അരുൺ വിളിച്ചു പറഞ്ഞായിരിക്കും അല്ലേ? അരുൺ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, ഇത് ഭയങ്കര ബോറാണ്. കോളേജിൽ ഞാൻ ആരെയൊക്കെ കാണുന്നു, സംസാരിക്കുന്നു, എപ്പോ പോകുന്നു, വരുന്നു, അതൊന്നും അരുൺ മോണിറ്റർ ചെയ്യും അച്ഛനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനാണെങ്കിൽ ഞാൻ നാളെ മുതൽ കോളേജിൽ പോവില്ല. അയ്യോ മോളെ, നീ ആ പാവത്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആക്ച്വലി ഇത് പറയാൻ വേണ്ടിയല്ല അരുൺ എന്നെ വിളിച്ചത്. നീ കോളേജിൽ ചെന്ന് തുടങ്ങിയതിൽ അരുൺ വളരെ ഹാപ്പിയാ. ആ സന്തോഷം അവൻ എന്നെ വിളിച്ചറിയിച്ചു. അതിലെന്താ കുഴപ്പം? അതില് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പു എന്നെ കാണാൻ വന്നതും ഞങ്ങള് സംസാരിച്ചതും അയാൾക്ക് അച്ഛനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതിലിത്ര രഹസ്യമാക്കി വെക്കാൻ എന്താ ഉള്ളത്? അതിലെന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ അച്ഛന്റെ ചോദ്യം എന്റെ ഒരു വലിയ കള്ളം കണ്ടുപിടിച്ച മട്ടിലായിരുന്നു. മാളു, തേ പറയുമ്പോ നിനക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണ് അപ്പു. ആ സ്ഥിതിക്ക് അവൾ കോളേജിൽ വരുന്നതും അവിടുത്തെ ഒരു സ്റ്റുഡന്റിനോട് അടുത്ത് ഇടപഴകുന്നതും ഒക്കെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പാളിനും ഒന്നും ഇഷ്ടമാകില്ല. വെറുതെ എന്തിനാ ഇനി നീ കൂടി അവരുടെ കണ്ണിലെ കരടാവുന്നത്? അപ്പു എന്നെ കാണാൻ വരുന്നത് ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനും മാത്രമല്ല ഇഷ്ടമാവാത്തത്, ഇവിടെ ഉള്ളവർക്കും കൂടിയാ. പ്രത്യേകിച്ച് അച്ഛന്. അതല്ലേ സത്യം? മാളു, വേണ്ട അച്ഛാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇല്ലാതായപ്പോ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുക.
അപ്പൊ ഞാൻ സൈലന്റ് ആവുമല്ലോ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇങ്ങനെയൊക്കെ അകറ്റി നിർത്താൻ മാത്രം എന്ത് തെറ്റാ അപ്പു ചെയ്തത്? അച്ഛാ, അപ്പുന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവളുടെ പ്രശ്നങ്ങളൊന്നും നീ അറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. അപ്പുന്റെ പ്രശ്നങ്ങൾ എന്റെയും കൂടി പ്രശ്നങ്ങളാ. അതിൽ ഇനി ആര് പറഞ്ഞാലും ഞാൻ ഇടപെടും. മാളു, തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു ഞാൻ. മുരളിയേട്ടാ, എന്താ ഇത് മുരളിയേട്ടാ? എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പുനെ അങ്ങനെ അങ്ങ് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ അവക്ക്? അങ്ങനെയല്ലല്ലോ നമ്മൾ അവരെ വളർത്തിയത്. വളർന്നതിന്റെയും വളർത്തിയതിന്റെയും കുഴപ്പങ്ങളാ ഈ കാണുന്നതൊക്കെ. അളിയാ, ആള് സ്റ്റഫ് അടിച്ച് കിടക്കാന്നാ തോന്നുന്നേ. ദേ കരയുന്നുണ്ട് കേട്ടോ. പാവത്തിനാരോ നല്ല രീതിയിൽ തേച്ച മട്ടുണ്ട്. അതിൻ്റെ സങ്കടമാണ് മച്ചു. എന്ത് വേണം? ഞങ്ങൾക്കൊന്നും വേണ്ട, കൊച്ചിന് വല്ലതും വേണോന്നറിയാൻ വന്നതാ. ഓഹോ, എന്ത് ചോദിച്ചാലും അണ്ണന്മാര് തരുമോ? പിന്നെന്താ, തരാലോ. മോൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നാ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് പറയട്ടെ. പറയട്ടെടാ. അളിയ, ഇവള് കലിപ്പാണെന്നാണ് തോന്നുന്നത്. എസ്കേപ്പ് ആവുന്നതാണ് ബുദ്ധി. സോറി പെങ്ങളെ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ലെന്ന് ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. മോളോട് ഇരുന്നോ, ഞങ്ങൾ വിട്ടേക്കാം. ഇതാ വാടാ, നമുക്ക് വാടാ. എല്ലാരും നിന്നേ. പണി പാളി അളിയാ. ഇന്ന് എന്താ പ്രോഗ്രാം? പ്രോഗ്രാം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കളറാക്കിയാലോ? അതെ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ശരിക്കും ഒന്ന് പൊളിച്ചാലോ നമുക്ക്? അതെന്താ, തനിക്ക് കമ്പനിക്കാരും ഇല്ലേ? ഇല്ലെന്നേ. അതെ ബ്രോസ്, ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒന്നാമതൊരു തേപ്പ് കിട്ടി. ആകെ ഡസ് പഠിച്ചിരിക്കായിരുന്നു. എവിടെയെങ്കിലും പോയി ഒന്ന് അടിച്ചു പൊളിച്ച് ആ സെന്റ് അങ്ങ് കളയാന്ന് വിചാരിച്ചു. നിങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരൊന്നും അല്ലെന്ന് തോന്നിയതുകൊണ്ടാ കമ്പനിക്ക് വിളിച്ചത്. കൂടുന്ന പിന്നെന്താ, ഞങ്ങള് റെഡി. അല്ല, തേച്ചിട്ട് പോയതിൻ്റെ സങ്കടം മാറാൻ നമുക്ക് ബാറി കയറി ഓരോ തണുത്ത നാരങ്ങ വെള്ളം അങ്ങ് പൂശിയാലോ? പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഒറ്റ കണ്ടീഷൻ. അത് സമ്മതിച്ചാലേ ഞാനുള്ളൂ. എന്ത് കണ്ടീഷൻ? നോ ബോഡി ടച്ചിങ്സ്. പിന്നെ തീരെ അങ്ങ് കൂതറയാവരുത്. എന്നുവെച്ച് ചാളു ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സമ്മതാണോ? ഓക്കെ ഓക്കെ. എന്നാ അണ്ണന്മാര് വണ്ടി എടുക്ക്, ഞാൻ ഫോളോ ചെയ്തോളാം.
ഹലോ, എന്താ ഗീത? വി പി എവിടെയാ ഇപ്പോ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. താനെന്താ വിളിച്ചത്? അപ്പോ ഇതുവരെ വന്നിട്ടില്ല. രാവിലെ മാളുമായിട്ട് പോയതാ ഇവിടുന്ന്. സമയം 5:30 കഴിഞ്ഞാലേ ഉള്ളൂ. അവരെത്തും. താൻ വറീഡാവണ്ട. അതല്ല വി പി, മാളു വീട്ടിലുണ്ട്. അപ്പു മാത്രമേ വരാനുള്ളൂ. അതെന്താ? അപ്പോൾ എവിടെ പോയെന്ന് താൻ മാളിനോട് ചോദിച്ചില്ലേ? മാളുവിനോട് ചോദിച്ചപ്പോ അവക്ക് വേറെ എവിടെ പോകാനുണ്ട്, മാളുവിനോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന്. പക്ഷെ ഇത്രയും നേരമായിട്ട് അവളിങ്ങ് വന്നില്ലല്ലോ. എനിക്കെന്തോ ആകെ പേടിയാവുന്നു വി പി. താൻ വിഷമിക്കാതെ. അപ്പു ചിലപ്പോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. എന്നാലും ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ. പേടിക്കണ്ടെന്നേ, അവള് വന്നോളും. ഞാനൊന്ന് അന്വേഷിക്കാം. അപ്പോൾ അതിനു മുമ്പ് എത്തിയാ എന്നെ വിളിക്കണം. ശരി ശരി, ഓക്കെ. എന്തായി മുരളിയേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്ത് വിവരം കിട്ടിയോന്ന്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ബിപിട്ടും വിളിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ. കാര്യം എന്തെന്ന് പറ. അപ്പു ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. മാളു കൂടി ഇല്ലേ? ഉണ്ട്, അവള് റൂമിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ കൊച്ചിനും ദൈവാധീനം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വേലിചാട്ടത്തിന് അവളും പെട്ടേനെ. ഈശ്വരനായിട്ടാ ആ കൂട്ടുകെട്ടിന്ന് നമ്മുടെ കൊച്ചിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് തോന്നിച്ചത്. ഇനി ഒരു കാരണവശാലും അതുമായിട്ട് ഒരടുപ്പത്തിന് നിന്നേക്കരുതെന്ന് ഒന്നുകൂടി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞേക്കണം. അപ്പു ഇതുവരെ വന്നില്ലെന്ന് ആരാ വിളിച്ചു പറഞ്ഞത്? ഗീതേച്ചി വിളിച്ചിരുന്നു. ആദ്യം വിളിച്ചത് ആൾ ഇവിടെയുണ്ടോന്ന് അറിയാനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. പാവം, ആകെ പേടിച്ചിരിക്കുക. BP അറിയിച്ചില്ലേ? ഗീതേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കും മുരളിയേട്ടാ. എന്തിന്? നീ ഒന്ന് വെറുതെ ഇരിക്ക അശ്വതി. നമ്മളായിട്ട് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ വിളിച്ചാലും മുരളി ഇതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കണ്ട. എവിടെയാന്ന് വെച്ചാ അവര് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അവളെ. ഞാൻ ഈ വിവരം എന്തായാലും മുരളിയേട്ടനോട് പറയുന്ന ഗീതേച്ചിക്ക് അറിയാം. അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വിളിച്ച് അന്വേഷിക്കുമെങ്കിലും ചെയ്യേണ്ട ഒരു മര്യാദയില്ലേ? അപ്പൊ നമ്മുടെ കൂടെ കുട്ടിയല്ലേ? BP വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതെ, ഇനി ഇപ്പൊ ആരും ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ചു പോവാൻ നിൽക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാ അവര് വിളിക്കുമല്ലോ. നിങ്ങൾ പേടിക്കണ്ടെന്നേ. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരിക്കും. വിശന്ന് വയറ് കായുമ്പോഴേ ഇങ്ങ് തിരിച്ചു വന്നോളും. ഈ അപ്പൂന് ഇത് എന്താ പറ്റിയത്? അവക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് മുരളിയേട്ടാ. അപ്പു ഇതുവരെ വന്നില്ലെന്ന് മാളു പറഞ്ഞോ? ഗീതേച്ചി അവളെ ആദ്യം വിളിച്ചത്. അന്നേരം മുതല് പാവം ആകെ വിഷമിച്ചിരിക്കുക. അപ്പുനെ അന്വേഷിച്ചു പോവാൻ തുടങ്ങിയതാ. ഞാൻ ഒരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കുക.
number you are trying to reach is currently switched off. ആ നീ ഇതെവിടെ പോകുന്നു? അമ്മേ ഞാനിപ്പോ വരാം. എങ്ങോട്ട്? അച്ഛാ അപ്പു ഇതുവരെ വന്നിട്ടില്ല. ഞാനിന്ന് ഗീതാന്റിയുടെ അടുത്ത് വരെ പോയിട്ട് വരാം. ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ VP അങ്കിളിനെ വിളിച്ചിരുന്നു. അപ്പുവിനെ അന്വേഷിച്ച് അങ്കിള് പോയിട്ടുണ്ട്. എന്നാലും ഗീതാന്റി അവിടെ ഒറ്റയ്ക്കല്ലേ? ഞാനിന്ന് ചെന്നാ ആന്റിക്കൊരു സമാധാനം ആവുമല്ലോ. അതിന്റെ ആവശ്യമില്ല. അതിനുവേണ്ടി നേരം വൈകിട്ടൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ നീ അങ്ങോട്ട് ചെന്നാ ഗീതാന്റിയുടെ സങ്കടവും ടെൻഷനും ഒക്കെ കൂടുകയുള്ളൂ. അപ്പുന്റെ സ്വഭാവം നിനക്കറിയാലോ മോളെ. നീ വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയതൊന്നും അവക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിന്നോടുള്ള പിണക്കവും ദേഷ്യവും ഒക്കെ കാണിക്കാൻ മനഃപൂർവ്വം എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നിൽക്കുമായിരിക്കും. നീ വിളിക്കുമെന്നും സോറി പറയുമെന്നും ഒക്കെ അവക്കറിയാം. അതുകൊണ്ടായിരിക്കും അവള് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മേ അതൊന്നും അല്ല അവളുടെ പ്രശ്നം. പിന്നെന്താ അവളുടെ പ്രശ്നം? പറ, എന്താ അപ്പുവിന്റെ പ്രശ്നമെന്ന്? ചോദിക്കുമ്പോഴൊക്കെ അവൾക്ക് എന്തൊക്കെയോ ഭീകര പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെവലിലാണല്ലോ നിന്റെ സംസാരം. പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എല്ലാവരോടും തുറന്നു പറയണം. അല്ലാതെ തന്നിഷ്ടം കാണിച്ച് എല്ലാവരെയും ഫൂളാക്കിയല്ല വേണ്ടത്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. അപ്പു കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കൊന്നും ഇവിടെയുള്ള ആർക്കും ഉത്തരം പറയാനാവില്ല. ആരും അവളെ അന്വേഷിച്ച് ഇവിടുന്ന് പോവുകയില്ല. അതിനി ആർക്ക് എന്ത് പരിഭവവും പിണക്കവും തോന്നിയാലും സാരമില്ല. കേട്ടല്ലോ? അല്ലേലും നമ്മൾ അവളെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് വെച്ചിട്ടാ? ദേ, അവളുടെ പ്രായമുള്ള പെൺകുട്ടിയല്ലേ നീയും. നല്ലത് പറഞ്ഞു തന്നാ നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ആ വകതിരിവ് അവക്കെന്താ ഇല്ലാതെ പോയത്? അവനവന്റെ മക്കളെ അനുസരണയോടെ വളർത്തണമെന്ന് ആദ്യം തോന്നേണ്ടത് വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്കാ. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. എന്തു വന്നാലും ഈ കാര്യത്തിൽ നമ്മൾ അയയുന്നില്ലെന്ന് കണ്ട പിന്നെ അവള് നമ്മുടെ വഴിക്ക് വരുമെന്നേ. ഇവിടുത്തെ ഇവിടെ പോയി കിടക്കുക. അപ്പു എവിടെ? അവളെ കണ്ടില്ലേ? ഇല്ല. എന്നിട്ട് VP എന്തെങ്കിലും പോകുന്നത്? ഞാൻ പിന്നെ എന്ത് വേണം? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പലരെയും വിളിച്ചു. ആർക്കും അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഈശ്വര, എന്റെ മോള്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും VP? എന്ത് ചെയ്യാൻ? അവളിങ്ങ് വന്നോളും. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ എവിടെയാ എന്താന്നൊന്നും അറിയാതെ